പൂക്കളം പോലെ തന്നെ ഓണാഘോഷത്തിൽ പ്രധാനമാണ് ഓണസദ്യ. കായവറുത്തതും ശർക്കര ഉപ്പേരിയും കൂടിയുണ്ടെങ്കിലേ സദ്യ കേമമാകൂ. ലോകമലയാളിക്ക് പതിറ്റാണ്ടുകളായി ഇത്തരം വിഭവങ്ങൾ എത്തിക്കുന്ന കോഴിക്കോടൻസ് അഗ്രോ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്സ് ഇത്തവണയും വിവിധ രാജ്യങ്ങളിലേക്ക് കായവറുത്തതും ശർക്കര ഉപ്പേരിയുമെല്ലാം എത്തിച്ചു കഴിഞ്ഞു. കോഴിക്കോടൻ രുചിക്കൂട്ട് കൂടി ചേർത്ത് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമെല്ലാം കോഴിക്കോടൻസ് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നുണ്ട്. ആയിരത്തി 1987 തുടങ്ങിയതാണ് കോഴിക്കോടൻസിൻ്റെ രുചി വിപ്ലവം. 2010 വിവിധ രാജ്യങ്ങളിലേക്കുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി തുടങ്ങി. കേരളത്തിൻ്റെ തനത് വിഭവങ്ങൾ കോഴിക്കോടൻ രുചിക്കൂട്ടോടെ വിപണിയിലെത്തിയതോടെ ലോക മലയാളികളുടെ ഇഷ്ട ബ്രാൻഡായി കോഴിക്കോടൻസ് മാറി. പരമ്പരാഗത രീതിയിൽ ഗുണമേന്മ ഉറപ്പാക്കിയാണ് ഓരോ ഉൽപ്പന്നവും കോഴിക്കോടൻസ് വിപണിയിൽ എത്തിക്കുന്നത്. വിറകിലാണ് ചെയ്യുന്നത്. വിറക്, ചകിരി, അതിലാണ് നമ്മൾ ട്രഡീഷണൽ സ്റ്റൈലാണ്, അതിന് നാടൻ സ്റ്റൈലാണ് വർക്ക് നടത്തുന്നത്. അതിന് ടേസ്റ്റ് കൂടും, സാധനത്തിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നുണ്ട്, പാം ഓയിലും ഉണ്ട്. പാം ഓയിലിൻ വില കൂടിയ ഓയിലാണ്. പാം ഓയിലിൻ ബുങ്ക എന്നൊരു ബ്രാൻഡാണ്, അതിലാണ് പ്രൊഡക്ഷൻ എടുക്കുന്നത്. ഈ മിഡിൽ ഈസ്റ്റിലുള്ള പ്രൊഡക്ഷനാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങി മിഡിൽ ഈസ്റ്റ് അടക്കം 30ഓളം രാജ്യങ്ങളിലേക്ക് കോഴിക്കോടൻസിൻ്റെ ഭക്ഷ്യവിഭവങ്ങൾ എത്തുന്നുണ്ട്. ഓണത്തിനുള്ള വിഭവങ്ങൾ ലോക മലയാളിക്ക് ഇതിനോടകം എത്തിച്ചു കഴിഞ്ഞു. ഓണത്തിൻ്റെ ഒരു തിരക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ട്രാൻസിറ്റ് ടൈം കൂടുതലുള്ള കൺട്രികളിലേക്കാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ 3 മാസം മുമ്പേ തന്നെ ഓണത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാനഡ ആണ് ഫസ്റ്റ് അയക്കുന്നത്. കാനഡ, US, ഓസ്ട്രേലിയ, പിന്നെ നമ്മൾ സിംഗപ്പൂർ, മലേഷ്യ, അങ്ങനെ കഴിഞ്ഞു. പിന്നെ മിഡിൽ ഈസ്റ്റ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത് അങ്ങനെ ഓണത്തിൻ്റെ നല്ലൊരു, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ നല്ലൊരു സെയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കാർഷിക വിളകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും റെഡി ടു ഈറ്റ് വിഭവങ്ങളുമാണ് പ്രധാനമായും കോഴിക്കോടൻസ് നിലവിൽ വിപണിയിൽ എത്തിക്കുന്നത്. ഈ രുചിക്കൂട്ടിന് ആവശ്യക്കാരേറിയതോടെ ഉൽപാദനം വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് മാനേജ്മെന്റ്. കോഴിക്കോടൻസ് എന്ന് പറഞ്ഞ സ്ഥാപനം 1987 എൻ്റെ ഉപ്പ മണലോടി അലിക്കോയ ഹാജി, മൂത്ത സഹോദരൻ ഹാരിസ് മണലോടിയും കൂടി തുടങ്ങിയതാണ്. നമ്മൾ മെയിൻ പ്രോഡക്റ്റ് ബനാന ചിപ്സ്, ജാക്ക് ഫ്രൂട്ട്, അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരു 5-6 വർഷമായിട്ട് നമ്മൾ ഫ്രോസൺ ഫുഡ്, ഇപ്പോൾ മലബാറിൽ നിന്നുള്ള മലബാർ പൊറാട്ട, അതേപോലെ നമ്മൾ പഴം നിറച്ചത്, ഉന്നക്കായ, സമൂസ, ഇങ്ങനെ നമ്മൾ മലബാറിലെ വെറൈറ്റി ഓഫ് സ്നാക്സ് ഫ്രോസൺ, പുതിയ ഫ്രോസൺ ടെക്നോളജിയിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാക്കഞ്ചേരി കിൻഫ്രയിലാണ് നമ്മളിപ്പോൾ പ്രോസസ്സിങ് യൂണിറ്റ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വലിയൊരു എക്സ്പാൻഷനിലേക്ക് വരികയാണ്. നെക്സ്റ്റ് ഇയർ നമ്മൾ ഒരു വലിയൊരു 2 ഏക്കർ ലാൻഡിലേക്ക് പുതിയ ടെക്നോളജിയിൽ പുതിയ പ്രോസസ്സിങ് തുടങ്ങാൻ പോവുകയാണ്. കോഴിക്കോടൻസിൻ്റെ കൂടുതൽ ഭക്ഷ്യവിഭവങ്ങൾ വിപണിയിലെത്തുന്നതോടെ കേരളത്തിൻ്റെ തനത് രുചിയോടെ ലോക മലയാളികൾക്ക് നാട്ടിലെ വിഭവങ്ങൾ ആസ്വദിക്കാനാകുമെന്നാണ് കോഴിക്കോടൻസ് അഗ്രോ ഫുഡ് ആൻഡ് എക്സ്പോർട്ടേഴ്സിൻ്റെ പ്രതീക്ഷ. മീഡിയ 1 കോഴിക്കോട്.